ഇന്ന് ഞാൻ ഒരു പാട്ട്, ഞങ്ങളുടെ മാറ്റത്തിന്റെ ഞങ്ങളൊരു ആന്തം ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളൊന്ന് കേൾക്കണം എന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇലക്ഷൻ ഇങ്ങ് എത്തി എങ്കിലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ ചിരിപ്പിക്കാനെ കൊണ്ട് ഒട്ടും മറക്കാതെ പോയ ഒരു കൂട്ടം ആളുകളുണ്ട്. സോ അവരുടെ ബലിതങ്ങളിലേക്കാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ പോകുന്നത്. അത്രത്തോളം നമ്മൾ ഒരു സങ്കടത്തിലോ ഡിപ്രഷനിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ വീഡിയോസ് ഒക്കെ ഒന്നിരുന്ന് കണ്ടാൽ മതി, മനസ്സിന് എന്തൊരു ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നറിയോ. അത്രത്തോളം ഇവർ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആറട്ടെണ്ണം പറഞ്ഞ വലിയൊരു കിടില ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, എന്തുകൊണ്ടും BJP-യേക്കാൾ നല്ലത് AJP ആണെന്ന്. പക്ഷേ ആറട്ടെണ്ണ ഞാൻ ഇത് യോജിക്കുന്നില്ല. കാര്യം AJP നമ്മുടെ അലിൻ ജോസ് പെരേരയെക്കാട്ടിൽ കിടിലമായിട്ട് ചിരിപ്പിക്കാനെ കൊണ്ട് BJP-ക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവരുടെ ഓരോ വീഡിയോസിലായിട്ട് പോയാലോ? അപ്പോ തുടങ്ങാം ഗൈസ്, വരൂ. ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ ഒരു BJP സപ്പോർട്ടറാണ്. ഞാൻ ചിലപ്പോൾ ഒരു സംഖ്യ ആവാം, ഞാൻ മണ്ടനാവാം. പക്ഷെ ഞാനിപ്പോ കുണ്ട്ര മണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ മണ്ടനാവാം. അതെ അതെ അതെ, കുണ്ട്ര മണ്ഡലത്തിലെ മണ്ടനായ സോറി ഗൈസ്. അപ്പൊ കുണ്ട്ര മണ്ഡലത്തിലെ മണ്ടനാണെന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത്. അങ്ങനെ മണ്ടനൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ റോബിൻ ജി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനെ കൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം റോബിൻ ജി ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ മോദിജീനെ ഇവിടെ 90 ദിവസത്തിനുള്ളിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലെ മണ്ണ് ധന്യമാകുന്നതായിരിക്കും, അല്ലെങ്കിൽ കുണ്ട്രയിലെ മണ്ണ് ധന്യമാകുന്നതായിരിക്കും. ഒപ്പം തന്നെ അവിടെ നമ്മുടെ മോദിജിയുടെ പേരിൽ പുതിയൊരു ക്ഷേത്രം കൂടെ പണിയണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. ഇനി ഡോക്ടർ ജി, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇനി ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങൾ? നമ്മുടെ കുണ്ട്ര മണ്ഡലത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല. അതിനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും. എന്തെങ്കിലും ഉള്ളൊരു പദ്ധതിയോ? എന്തെങ്കിലും ഒരു പദ്ധതി എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ടൊരു ബോധമൊന്നും ഇല്ലേ? എന്റെ ജി, യു ആർ സർട്ടിഫൈഡ് സംഘി. ഓക്കെ, ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കാൻ പറ്റില്ല. ഇതൊക്കെ ഞാനൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു, ഒരു പൊളിറ്റീഷ്യൻ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇവിടെ നിന്നപ്പോ എനിക്ക് എന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ എല്ലാവരും എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ വിജയമാണ്. ജി, നമ്മുടെ വിജയം എന്ന് പറയാൻ ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ എന്താണെങ്കിലും അത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ജി പറയുന്നത്. അപ്പൊ അത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു മഹാമനസ്കത നമ്മുടെ ജി കാണിക്കാൻ അങ്ങനെ തോന്നിയത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ട് അവിടെ എല്ലാവർക്കും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് ബീഫ് മന്തിയോ ബീഫ് ബിരിയാണിയോ വിതരണം ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. അല്ലെങ്കിൽ പൊറോട്ടയും ബീഫും ആണെങ്കിലും ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് കാര്യം. അത് കഴിച്ചാൽ അവരുടെ വിശപ്പ് മാറുമല്ലോ. അപ്പം അതിന് മാത്രം നിങ്ങളൊരു മുടക്ക് വരുത്തരുത് എന്നുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ഒരു ഇലക്ഷൻ്റെ ഒക്കെ ഇടയ്ക്ക് അധികം വാർത്താ പ്രാധാന്യം കിട്ടാതെ പോയേക്കുന്നൊരു സാധനം ഉണ്ടായിരുന്നു, ഈ സ്വർണം കട്ട. ഈ ഒരു കേസ് ശബരിമല സ്വർണ്ണ കട്ടതിൻ്റെ ഇതിൽ നമ്മൾ കുറെ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ വിമർശിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ബിരുദൻ ഇങ്ങനെ മുങ്ങാങ്കുഴിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. മൂഴിക്കുളങ്ങര ക്ഷേത്രത്തിലെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണം കവർന്നു, BJP നേതാവ് അറസ്റ്റിൽ. BJP നേതാവ് എന്ന് തന്നെയല്ലേ അല്ലേ, അല്ലാതെ AJP നേതാവ് എന്നല്ലല്ലോ. ഇതിനകത്തിലെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ BJP-കാരൻ ഇതിനെതിരെ സംസാരിക്കുമല്ലോ, അതങ്ങനെയാണ്. ഇനി ഒരു കൂട്ടം ആളുകൾ BJP ഭരണത്തിൽ വരണമെന്ന് പറയാനെ കൊണ്ട് അവരുടെ കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അവരെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കാണാൻ സുഹൃത്തുക്കളെ. നരേന്ദ്രമോദി എന്ന് പറയുന്ന വിശ്വ നേതാവ്, ലോക നേതാവ്, ലോകത്തിന് ഗുരുസ്ഥാനം നിൽക്കുന്ന വിശ്വ നേതാവ്. കേരളത്തില് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും ഇല്ലാത്ത കൊണ്ടാണ് നമ്മുടെ മക്കൾ മുഴുവൻ അങ്ങോട്ട് പോയി പഠിക്കുന്നത്. കേരളം BJP ഭരിക്കണം. വികസിച്ചിട്ടില്ല. മറ്റു സംസ്ഥാനങ്ങൾ പോയി നോക്കണം, അപ്പോഴായിരിക്കും. ഏത് സംസ്ഥാനം, നമ്മുടെ അയൽ സംസ്ഥാനം തമിഴ്നാട് പോയി നോക്കണം. അതല്ല BJP അല്ല, അവിടുത്തെ വികസനം ഉണ്ടല്ലോ, അത് ഇവിടെ ഉണ്ടോ? ഇറാനെന്ന് അവിടുന്നുള്ള അത് കൂടെ അല്ലേ വരണത്. അത് നമ്മളെ കപ്പൽ മാത്രമേ കടത്തി വിട്ടിട്ടുള്ളൂ. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ 56 ഇഞ്ച് നെഞ്ചളവുള്ള പ്രധാനമന്ത്രി അവിടെ ഉണ്ടാവുകൊണ്ടാണ്. കേരളത്തിലിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് BJP-ന്റെ ഭരണമാണെങ്കിലും അവര് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാ BJP-യിൽ ചേരാൻ വേണ്ടിയുള്ള. എല്ലാവരും പറഞ്ഞ നിങ്ങൾ കേട്ടത്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരെയാ? എനിക്ക് 56 ഇഞ്ചിന്റെ നെഞ്ചുള്ള ചേട്ടനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഫുട്ബോളൊക്കെ കളിക്കാനെ കൊണ്ട് എവിടെയെങ്കിലും ടർഫ് ഒന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 56 ഇഞ്ചിന്റെ നെഞ്ചുണ്ടല്ലോ. എന്റെ പൊന്നിടാവേ, നിങ്ങൾ എന്റെ പൊന്നിടാ, നിങ്ങൾ കിടിലാണ് കേട്ടോ. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഭയങ്കര ഒരു നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു രംഗങ്ങൾ ഞാൻ ഇവിടെ സൈഡിലോട്ട് കൊടുക്കാം ഗൈസ്. VN ജയകൃഷ്ണൻ എന്തോണ് പുള്ളിയുടെ പേര്. പുള്ളി അവിടെ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്, NDA സ്ഥാനാർത്ഥിയാണ്.
പക്ഷെ അത് കേൾക്കാനൊക്കെ ഉണ്ട്. ഒരു പട്ടിക്കുഞ്ഞു പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥ. കഷ്ടമുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു വ്യക്തിയുടെ വീഡിയോ നമുക്ക് കാണാം സുഹൃത്തുക്കളെ. ഭാഗ്യം കയ്യിൽ ബി ജെ പിയുടെ ഒരു കൊടി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഡോക്ടർ ജിയുടെ കയ്യിൽ അന്ന് വാള് എന്തിക്കൊണ്ടായിരുന്നു നടുറോടി നിന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിൽ എന്തായാലും കൊള്ളാം. പിന്നെ എഡ്യൂക്കേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഇതാ അവസ്ഥ. സാരമില്ല, പോട്ടെ. ഇനി അടുത്ത ഇവരുടെ ബി ജെ പിക്ക് കുറെ ഫണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ സൈഡിലൊരു വീഡിയോ കൊടുക്കാം. നല്ല ഫണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെ പിടിച്ച് ഇങ്ങോട്ടേക്ക് കയറ്റിയിട്ടുണ്ടല്ലോ. നമുക്കിനി മുന്നോട്ട് കാണാം. ഇവർക്കല്ലേ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം നല്ല ഫണ്ട് കയറിയിട്ടുണ്ട്. ഇവർ ജയിച്ചില്ലേലും കുറെ കിട്ടിയിട്ടുണ്ട് പൈസയൊക്കെ. നിലപാട് മാറ്റിയാലെന്ത്, ചക്കയ്ക്കകത്ത് താമര വിരിഞ്ഞാലെന്ത്, കുറെ പൈസ കിട്ടുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യം. കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ ഈ അടുത്ത് ചിരിപ്പിച്ചിട്ടുള്ള നമ്മുടെ അഞ്ജലി നായരിലോട്ട് പോകാൻ സുഹൃത്തുക്കളെ. മാത്രമേ വായിക്കാം, ഒരുപാടുണ്ട്. ഒന്നും വിട്ടുപോകരുത്, പ്രധാനപ്പെട്ടത് എന്ന് കരുതിയിട്ടാണ് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം. ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളത്, അല്ലെ? ഇംഗ്ലീഷ് മീഡിയം ചേർക്കുക എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരുടെയും ചേർത്തുള്ള സ്വപ്നമാണ്. അത് ഇതിലൂടെ സാധ്യമാവാൻ പോവുകയാണ്. അത് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ പുള്ളിക്കാരോട് യോജിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ സ്കൂളിലൊന്നും ഇംഗ്ലീഷ് മീഡിയം ഇല്ലടേ. നമ്മുടെ കേരളത്തിൽ സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ഇല്ല. അപ്പൊ നിങ്ങൾ പലരും പറയുമായിരിക്കും ഞങ്ങളൊക്കെ സർക്കാർ സ്കൂളിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരാണല്ലോ എന്നുള്ളത്. അത് നിങ്ങൾ ഹാലുസിനേറ്റ് ചെയ്ത അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പറഞ്ഞു മനസ്സിലായി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ഇല്ല. അത് നമ്മുടെ ബി ജെ പി കൊണ്ടുവരും സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം. പിന്നെ അല്ല, നിങ്ങൾ പഠിച്ച ഇംഗ്ലീഷ് ഇല്ല, അത് ഇംഗ്ലീഷ് അല്ല, അത് നിങ്ങളെ പറ്റിച്ചതാണ്. മനസ്സിലായി, അത് പറ്റിച്ചതാണ്. ബി ജെ പിയുടെ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ്. ആ അമ്മച്ചീനെ നമ്മൾ എടുക്കും. എലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, ചേച്ചി വലിയ കാര്യത്തെ ഒന്ന് കൈ കൊടുക്കാന്ന് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആട്ടി വിടുന്നു. ഇമാതിരി പരിപാടി അമ്മച്ചി ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. Underwear? Sun is kissing. Sun kissed. Sun is really kissing me. I love that kissing. Well, people knows that it's a big Modiji's development, Modiji's strategies. Everyone knows. So I'm ready to suffer whatever comes from the upper or niche, whatever. Yes. You are correct. Upar se niche se the home appliance of the two families. You are the link. Not only but also hemoglobin is in the atmosphere. ഇല്ല അല്ലേ ചേച്ചി? അത്രേ ഉള്ളൂ. ചേച്ചി പറഞ്ഞ തന്നെ കറക്റ്റ്. ഒരുപാട് നേരം വെയിലെത്തിക്കല്ലേ, വാടി പോവേ, ചിലപ്പോൾ കരിഞ്ഞു പോവേ. പാവം ചേച്ചിയുടെ ഒരുപാട് വെയിലും കൊണ്ട് ഒരുപാട് ഓടി നടന്ന് നാടിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ സർക്കാർ സ്കൂളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ച് അത്രയും മഹാമനസ്കത ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. പാവം ചേച്ചിയാണ്. കഷ്ടം, തോറ്റ് കണ്ടാൽ മതിയായിരുന്നു. ഇനി നമുക്ക് അടുത്ത ആളിലോട്ട് പോവാം. സംസ്ഥാനങ്ങളിൽ എന്ത് മാറ്റം ഒന്ന് അവിടെ പോയി കണ്ടിട്ട് വാ. എങ്ങനെയാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യം നിങ്ങളൊന്ന് എവിടെ പോകണ്ട, നമ്മൾ വണ്ടി പിടിച്ച് പോകണ്ട, ഈ ഗൂഗിളിൽ ഒന്ന് നോക്കൂ അവരെന്തൊക്കെ ചെയ്തു. ഈ മാറ്റം ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ ഏത് വേറെ കൺട്രിയിലുണ്ട് UPI ഇതുപോലെ സജീവമായിട്ട്. നമ്മൾ യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ പ്രായമായിട്ടുള്ളവരായിക്കോട്ടെ, ഏറ്റവും ആൾക്കാർക്കെല്ലാം ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് UPI. ഇത് നമ്മുടെ ഈ ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയാണ് UPI ഉള്ളത്? ഇത് ആര് കൊണ്ടുവന്നതാണ്? ആര് വന്നതിന് ശേഷം വന്നത്? ഇത് പറയുമ്പോൾ നമ്മൾ ഭയങ്കര മറ്റേ ഇതിന്റെ കമന്റ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട്, ചാണകം അല്ലെങ്കിൽ ചാണകം തലക്കി കയറി ഇങ്ങനെയൊക്കെ. നിങ്ങൾ നോക്കൂ, ഞാൻ വായിച്ചിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി. യെസ് യു ആർ ഓൾസോ കറക്റ്റ്. കാരണം ഇന്ത്യയിൽ മാത്രമേ ഈ പറഞ്ഞ UPI ഉള്ളൂ. നിങ്ങൾ ഗൂഗിളിലൊന്നും പോയി സെർച്ച് ചെയ്യല്ലേ. ഗൂഗിൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. കാര്യം മറ്റു പല രാജ്യങ്ങളിൽ UPI ഉള്ളതായിട്ട് കാണിക്കും, പക്ഷേ നിങ്ങൾ അത് വിശ്വസിക്കരുത്. നമ്മുടെ BJP പറയുന്നത് എന്താണോ നമ്മളത് വിശ്വസിക്കുക, അത്രയേ ഉള്ളൂ. മനസ്സിലായ? പിന്നെ ഈ UPI ഇവിടെ നാട്ടിൽ കൊണ്ടുവന്നത് BJP ആണ്.
കോൺഗ്രസ് ഭരണത്തിലുള്ളപ്പോഴല്ല ഇതിന്റെ ഇനിഷ്യേറ്റീവോ കാര്യങ്ങളൊന്നും ഉണ്ടായത്, നമ്മളെ BJP ഉള്ളപ്പോഴാണ് കേട്ടോ. ഇതൊന്നും പോയി ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യല്, ഗൂഗിൾ പറയുന്നത് വിശ്വസിക്കരുത്. നമ്മൾ പറയും, നിങ്ങൾ വിശ്വസിക്കുക. ചേച്ചി ബാക്കി പറ. കൊറോണ വന്ന സമയത്ത് പാത്രം അടിക്കുന്നു, ഈ പറഞ്ഞ പോലെ നോട്ട് നിരോധനം, ഇതൊക്കെ ഈ ഒരു പാർട്ടിയുടെ എന്ന് വെച്ചാൽ കുറെ ട്രോളുകളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ അതിൽ അംഗീകരിക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ? ചേട്ടാ, അതിന്റെ റീസണും അവർ തന്നെ പറഞ്ഞില്ലേ ആക്ച്വലി. അതായത് എന്തിനാണ് അങ്ങനെ പാത്രം കുട്ടി ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെ എന്തായിരുന്നു ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പറഞ്ഞ ലൈറ്റ്സ് ഓൺ, അതൊക്കെ ഒരു ഇപ്പം നമ്മൾ എല്ലാവരും കുറേ ജനങ്ങളെ കൂട്ടി നിർത്തിയിട്ട് ഒരു സ്ഥലത്ത് കൂട്ടി നിർത്തിയിട്ട് മറ്റേ ദീപം തെളിയിക്കാൻ, അതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആയിരുന്നു ആ സമയത്ത്. അല്ല, അപ്പം നമ്മൾ വീടിനുള്ളിൽ ഇരുന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ സമയത്ത്. അല്ലാതെ അതിനെ ട്രോൾ, നമ്മുടെ എന്തൊരു കാര്യം കിട്ടിയാലും അതിനെ വളച്ചൊടിച്ച് വേറൊരു ട്രോൾ ആക്കി ഇവിടെ ഇറക്കുകയാണ്. അത് കണ്ട് നമ്മുടെ ഇതൊന്നും അറിയാത്ത, ഇതിനെ പറ്റൊന്നും അധികം അറിയാത്ത ആളുകൾ ഇത് എന്താ പറയാ, ഇത് വിശ്വസിക്കുകയാണ്. അല്ല, ഈ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് എന്നാ കിട്ടാനാ? കൊറോണ ഈ വിളക്ക് കണ്ടിട്ട് ഈ തീയൊക്കെ ആളി കത്തുന്ന കണ്ടിട്ട് കൊറോണ ഇറങ്ങി ഓടൂ? എന്ത് ചേച്ചി നിങ്ങൾ ഈ പറയണേ? ചുമപ്പോ അവിടുന്ന് ഓടിക്കുന്നു. കൊറോണ ഓടിക്കാനല്ലല്ലോ പാത്രം കിട്ടിയത്. അപ്പോൾ ലൈറ്റ്സ് ഓൺ ചെയ്യുന്നത് അതിനല്ലല്ലോ. നമ്മളൊരു എന്താ പറയുക, ഒരു അതിനൊക്കെ എനിക്കറിയില്ല കേട്ടോ, അതൊക്കെ എങ്ങനെ പറയണം എന്നുള്ളത്. ചേച്ചിക്ക് അതിനെ പറ്റിയിട്ട് അറിയത്തില്ല കേട്ടോ. പിന്നെ എന്നാത്തിന് ചേച്ചി നിങ്ങൾ പറയാൻ നിൽക്കണേ? കൊറോണ വന്നപ്പോഴത്തേക്കിന് പാത്രം കൊട്ടി കാണിക്കുന്നു. കൊറോണ എന്തോ നമ്മുടെ കയ്യിലിരിക്കുന്ന കളിപ്പുള്ളിയാ. ചുമ്മാ ഒരുമാതിരി കൊറോണ കളിയാക്കല്ലേ. കൊറോണ ഭയങ്കര വിഷയമാണ്. കുറച്ച് കോമൺ സെൻസിൽ നമ്മൾ ചിന്തിച്ചാൽ മതി, എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് കേട്ടാൽ മതി. ഇപ്പോൾ അവർ നല്ല ഏതൊരു പൊളിറ്റീഷ്യൻ ആയാലും, ഏത് പാർട്ടിയുടെ ഏത് പൊളിറ്റീഷ്യൻ ആയാലും, അവർ പറയുന്നത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കേട്ടാൽ, എന്താണ് അവർ പറയുന്നതിന്റെ ഒരു കോർ മീനിങ് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നം. ചേച്ചി, അത് വ്യക്തമായും ശക്തമായും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ നിങ്ങളുടെ കൂട്ടത്തില്. അത് നമ്മുടെ ജി ആണ്. ഏത് ജി? മാരാർജി. അവിടെ മാരാർജി ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. 2020 മാർച്ച് 20 ഇട്ടേക്കുന്ന പോസ്റ്റാണ്. പാട്ടകൊട്ടി ഓടിക്കാൻ കൊറോണ തന്നെ കാട്ടുപന്നിയോ? വളരെ കൃത്യമായിട്ട് നമ്മുടെ ജിക്ക് മനസ്സിലാവേ. അപ്പൊ ജിക്ക് അത് മനസ്സിലായിട്ടുണ്ടേ. ഇനി ചേച്ചി പറ. സർക്കാരിന് ഒരുപാട് പദ്ധതികളുണ്ട്. നമുക്ക് ഇപ്പോൾ പോലും നിലവിൽ പോലും നമുക്ക് ഒരുപാട് ഫണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പദ്ധതികൾ നമുക്കായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് വിനിയോഗിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കണം. അതുകൊണ്ടാണ് സത്യത്തിൽ ഇതൊന്നും മാറ്റം വരാത്തത്. ഈ പറഞ്ഞ കുടിവെള്ളം ആയിക്കോട്ടെ അല്ലെങ്കിൽ പാലം പണി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനൊന്നും ഒരു മാറ്റം വരാത്തത് ഇത് നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. അപ്പം എൻ്റെ ഒരു ഉദ്ദേശം തന്നെയാണ്, നമുക്കിതിനെല്ലാം അവൈലബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഉണ്ട്, അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ ഇനി നമ്മൾ വന്നിട്ടെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടാവണം, സൊല്യൂഷൻസ് കൊണ്ടുവരണം. അതായത് ചേച്ചി പറയുന്നത് നമുക്ക് ഫണ്ട് തരുന്നുണ്ട്, പക്ഷെ നമ്മൾ വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്. ചേച്ചി ഫണ്ട് ഇങ്ങോട്ട് തന്നാലേ നമുക്ക് വിനിയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ആകാശത്തുനിന്ന് പറിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ഈ ഫണ്ട്. പിന്നെ നിങ്ങൾ ഈ ഫണ്ട് ഒഴുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന്, ഇത് വിനിയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കിന്, വയനാട് ദുരന്തം സംഭവിച്ചപ്പോഴും കേരളത്തിൽ പ്രളയം സംഭവിച്ചപ്പോഴും കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടിങ് ഒഴുകുമായിരുന്നേ. അതാരും മറന്നിട്ടില്ലല്ലേ. ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഭയങ്കര കൂടുതലാണല്ലോ തരുന്നത് ഫണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഡെവലപ്മെന്റൽ പ്രോജക്റ്റ് ഇപ്പം കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും നടത്തിക്കോട്ടെ, ഇത് നടത്തുമ്പോഴത്തേക്കിന് ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് മാത്രം പൊള്ളാച്ചിയിൽ നിന്ന് കുറച്ച് അണ്ണന്മാരിങ്ങ് എത്തും. നമ്മളെ ഉദ്ഘാടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വരും. എന്നിട്ട് മറ്റേ കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരാന്റെ കൊച്ചിന് പിതൃത്വം വെക്കാൻ വേണ്ടിയിട്ട് വരുന്ന കുറച്ച് പരിപാടി ഉണ്ടല്ലോ, അതുപോലത്തെ കുറച്ച് ടീംസ് ഇങ്ങോട്ടേക്ക് ഇറങ്ങും. എന്നിട്ട് ഇവിടെ ഇതിനകത്ത് ഓടി നടന്നേക്കുന്ന ആൾക്കാരെ അങ്ങോട്ട് തള്ളി മാറ്റുന്ന അങ്ങനെ കുറച്ച് പരിപാടിയും കൂടി ഈ കൂട്ടർ കാണിക്കാറുണ്ട്. പിന്നെ ഫണ്ട് വിനിയോഗിക്കത്തില്ല കേട്ടോ. കല്യാണ ജീവിതം, വിവാഹം, അങ്ങനത്തെ പരിപാടി അതിനാണ് പ്രയോറിറ്റി അതോ മറ്റേ ജനസേവനത്തിനാണ് പ്രയോറിറ്റി? ലൈഫിന്റെ ഒരു പ്രയോറിറ്റി തന്നെയാ. രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ ആരും കല്യാണം കഴിക്കില്ലേ? അത് രാഷ്ട്രീയം ഒരു സൈഡില്, നമ്മുടെ ലൈഫ് അതായത് പേഴ്സണൽ ലൈഫ് വേറെ സൈഡില്. തീർച്ചയായിട്ടും കല്യാണം കഴിക്കും. ഈ ഇന്ത്യയിൽ ചേരുന്നതിന് മുന്നേ ഷീ സച്ച് എ വൈഫ് മെറ്റീരിയൽ എന്നൊക്കെ പലർക്കും തോന്നിയിട്ടുണ്ടാവാം. എന്നാൽ ഇന്ത്യയിൽ ചേർന്നതിന് ശേഷം ഏ ലടിക്ക് സച്ച് എ നോൺസെൻസ് മെറ്റീരിയൽ. നമുക്ക് അടുത്ത കേൾക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് ഞാൻ അവളോട് പറഞ്ഞു, പ്രസന്നയോട് പറഞ്ഞു, നല്ല എനിക്ക് വയ്യ. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. അത് കേട്ടാ മതി അമ്മ. എല്ലാ അനുഗ്രഹവും പ്രാർത്ഥന ഉണ്ടാവണം. പറ്റുന്ന പോലെ എല്ലാവരോടും പറയണം. അത്രേ ഉള്ളൂ, പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടാ മതി കേട്ടോ. എന്റെ നാള് ശ്രീരാമന്റെ നാളാ. ശ്രീരാമന്റെ നാളായിരുന്നു എന്നാ പിന്നെ അത് പറഞ്ഞേക്കാം. ജയ് ശ്രീരാം. അല്ലെങ്കിൽ ഇവന്മാർ എന്നെ പിടിച്ച് വട്ടയെ കയറ്റുവേ. പിന്നെ ഈ ശ്രീരാമന്റെ നാളാണെന്ന് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ ഓരോരുത്തർ ഏതൊക്കെ രീതിയിലാണ് നോക്കുന്നത്. ഒരു നമ്മുടെ ഒട്ടകങ്ങളൊക്കെ വന്നിട്ട് ഇതുപോലെ കണ്ടോ, ഇവിടെ ഹിന്ദു MLA ഇല്ല, മൊത്തം മുസ്ലിം MLA. ഹിന്ദു MLA അങ്ങോട്ട് ചേർക്ക് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞൊക്കെ കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മള് ശ്രീരാമന്റെ നാളാണ് കേട്ടോ. നമുക്ക് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ കൊച്ചും പാവം കൊച്ച ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. വെയിലത്തൊക്കെ എന്തോരം വെയിലൊക്കെ കൊണ്ടിട്ടാണ് ഈ ഒരു ഇലക്ഷൻ ഇങ്ങനെ മത്സരിക്കുന്നത്. കഷ്ടം. ഈ കൊച്ചും തോറ്റ് കണ്ടാൽ മതിയായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മാരാർജിയുടെ റീസെൻ്റ് ആയിട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന്. അതൊക്കെ ഒരു ഹെഡിങ് കൊടുത്തിട്ടാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന് പറയുന്ന പണ്ടത്തെ നമ്മുടെ ജഗദീഷിൻ്റെ ഒരു സിനിമയുണ്ട്. അതിനകത്ത്
ഇതുപോലെ ഭരണത്തിൽ കയറിയിട്ട് നാടിന് വേണ്ടിയിട്ട് നന്മകളൊക്കെ ചെയ്യുന്ന യുവത്വം അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു പരിപാടി, അങ്ങനെ ഒരു ആശയമാണ് ആ ഒരു സിനിമയ്ക്കകത്തോടെ പങ്കുവെക്കുന്നത്. കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം. അപ്പം അതുപോലെ ജി നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാ ജി ആദ്യം അതിന് വേണ്ടുന്നത് സ്വന്തമായിട്ടൊരു നിലപാടാണ്. ജി ഇട കാട്ടിക്കൂട്ടലിലൂടെ നമുക്കൊന്ന് കാണാം. ഈ വിഷ്വൽസിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അവിടെ ജി കാരണം ഇതോരം ട്രാഫിക് ബ്ലോക്കാ, ജനസാഗരമായിരുന്നു അവിടെ ഒഴുകിയത്. വേണമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ വിഷ്വൽസ് കണ്ടു പോകുക കേട്ടോ, അത്രത്തോളം ആൾക്കാരാ. ഞാൻ ചാണകം മെഴുകിയ തറയിൽ ഞാനും അമ്മൂമ്മയും കൂടെ പണ്ട് കിടന്നുറങ്ങിയത് ചാണകം മെഴുകിയ തറയിലാ. അത്രയും അതുകൊണ്ട് തന്നെ ചാണകത്തിന്റെ കുഴപ്പം പറയണ്ടേ? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എടുത്ത് നമ്മളെ തന്നിട്ട് ഇതിന് കുഴപ്പമുണ്ടോ? ചാണകത്തിന്റെ ഗുണഗണങ്ങളെ പറ്റി അറിവില്ലായ്മ കൊണ്ടല്ല ഒരു കോൺഗ്രസ് പ്രവർത്തകർ അത് പറയുന്നത്. ചാണകം കഴിക്കുന്നത് നല്ലതാണ്, ചാണകം ദേഹത്ത് പുരട്ടുന്നത് നല്ലതാണ്, ഗോമൂത്രം കുടിക്കുന്നത് നല്ലതാണെന്നൊക്കെ പ്രചരിപ്പിച്ച രാഷ്ട്രീയ നേതാക്കളുണ്ട് ബി ജെ പി. ആയുർവേദപരമായിട്ട് ഇതൊക്കെ ഗുണം ഉണ്ട്. ഇപ്പൊ ഞാനിതൊന്നും ചെയ്യുന്നില്ല. എന്നാ ജി ഒരു കാര്യം ചെയ്യും. മുമ്പ് ഒരു വീഡിയോയിൽ ഞാനൊരു സംഭവം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പൊറോട്ട ചാണകത്തിൽ മുക്കിയിട്ട് കഴിക്കുന്നൊരു നോർത്ത് ഇന്ത്യൻ പൊട്ടനെ. അതുപോലെ നമ്മുടെ ജിയോ ഇതുപോലെ അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കണം. ജി ഇതുപോലെ പൊറോട്ട ഇതുപോലെ ചാണകത്തിൽ മുക്കി ചവച്ചുകൊണ്ട് ഒരു ഫോട്ടോ എങ്ങനെ ഇടണം. ജി എല്ലാ നയങ്ങളും ഉൾക്കൊള്ളാൻ പറ്റും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ്. ഞാൻ ഒരു ഒക്ടോബറിൽ എന്റെ ഒരു സിനിമ ഷൂട്ടിംഗ് ഉണ്ട്. നമ്മൾ ഈ സിനിമയായിട്ട് പോകും. എനിക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാന്ന് പറയാം. കോൺഗ്രസ് സമീപിച്ചാൽ വേണമെങ്കിൽ ഞാൻ മത്സരിക്കാന്ന് പറയാം. കോൺഗ്രസ് സമീപിച്ചാൽ അപ്പുറത്തേക്ക് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവർ സമീപിക്കാൻ തോന്നുന്നില്ല. ഞാൻ ചിലപ്പോൾ അവരെയും വിമർശിക്കും. ബി ജെ പി സമീപിച്ചാൽ അവരെയും വിമർശിക്കും. എനിക്ക് ബി ജെ പിയുടെ എല്ലാ നയങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ബി ജെ പിയുടെ വർഗീയത മാറ്റി വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം സപ്പോർട്ട് ചെയ്യും. പക്ഷേ വർഗീയത കിടക്കുന്നത് ജി അപ്പറഞ്ഞത് കാര്യം ബി ജെ പിയുടെ വർഗീയത അല്ലേ, ഓരോ സമയത്തും ഓരോ നിലപാടുകളാണ് നമ്മുടെ ജിക്ക്. ഇനി ജിയുടെ അടുത്ത 2 സാധനം കൂടെ നമുക്ക് കാണാം. നിങ്ങൾ മനസ്സിലാക്കൂ, എതിരാളിയുടെ കരുത്ത് തിരിച്ചറിഞ്ഞിട്ട് അയാളെ അഭിനന്ദിച്ചുകൊണ്ട് മത്സരിച്ച് ജയിക്കും. എന്തിനാണ് ആക്ഷേപിക്കുന്നത്? ഞാൻ രോഹിത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ രോഹിത്തിനെ എന്തിനാ ആക്ഷേപിക്കണം? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഞാൻ പേഴ്സണലി ഒരിക്കലും ചെയ്യില്ല. ഞാൻ നിന്നെ അംഗീകരിച്ചുകൊണ്ട്, നിന്റെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട്, നിന്നേക്കാളും മികച്ച രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജനത്തിനോട് പറയുകയും എനിക്ക് ചെയ്യാൻ പറ്റാത്ത അതിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ രോഹിത്തിനാണ് ചെയ്യാൻ പറ്റുന്ന രോഹിത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ജനം തീരുമാനിക്കും നമ്മൾ ആ വോട്ട് ചെയ്യണമെന്ന്. എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായ തമ്മിലടി? പൊളിറ്റിക്സിൽ എന്തിനാണ് തമ്മിലടി? പരസ്പരം അംഗീകരിച്ച് നമുക്ക് 101% ജി ഈ പറഞ്ഞ നിലപാടിന് നമ്മൾ യോജിക്കുക. അതാണ് നമ്മളൊരു ജെന്റിൽസ്മാൻ ഗെയിം പോലെ ആയിരിക്കണം ഒരു പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അല്ലാതെ മറ്റേ ബി ജെ പി മറ്റേ പിഷാരടിനെ അദ്ദേഹത്തെ ഇതുപോലെ വഴി തടഞ്ഞു വെച്ചിട്ട് ഇവിടെ കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ പോലെ മറ്റടുത്ത പരിപാടി അല്ല ഇവിടെ കാണിക്കേണ്ടത് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെങ്കിലും പറഞ്ഞൊരു കാര്യം എന്താണ്, ഇപ്പോൾ സംഭവം കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും എതിർ കക്ഷികളൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇമാതിരി പരിപാടി, അതിന് വിരുദ്ധമായിട്ടുള്ള ബി ജെ പിയുടെ മറ്റടുത്ത പരിപാടി ഇവിടെ കാണിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഒരു ജെന്റിൽസ്മാൻ ഗെയിം പോലെ ആയിരിക്കും ഒരു രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു റെസ്പെക്റ്റ് ഒക്കെ കാണിച്ചുകൊണ്ട് ആ ഒരു രീതിയിലൊക്കെ വേണ്ടേ. പക്ഷേ ഇതേ ജി ഈ അടുത്തെന്ന് പറഞ്ഞേക്കുന്ന കാര്യം ഒന്ന് കേൾക്കണേ. രാഷ്ട്രീയ പാർട്ടി രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത് രമേശ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടാണ്. സിനിമയിൽ അഭിനയിക്കുന്നവർ കാശുണ്ടാക്കുന്നു, അയാൾ ലക്ഷറി ലൈഫ് ജീവിക്കുന്നു, അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിന്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്നു, കോൺഗ്രസിന്റെ ഒരു സഹയാത്രിക എന്ന നിലയിൽ പുള്ളിയെ അവിടെ മത്സരിപ്പിക്കുന്നു. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? അതെ 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 നമ്മൾ കുറ്റം പറയാൻ അങ്ങനത്തെ ഒരു സാധനങ്ങളും അല്ല. ഞാൻ പറഞ്ഞല്ലേ ജി എങ്ങനെയാണ് ജി ഇങ്ങനെ നിലപാടുകൾ എങ്ങനെ ജിക്ക് പറയാൻ പറയണേ? നിങ്ങൾ പൊളിയാണ്. ഇതൊക്കെയാണ് ബി ജെ പി കയറാൻ വേണ്ടുന്ന കുറച്ച് ക്വാളിഫിക്കേഷൻ. അത് ഇങ്ങൊക്കെ ഉണ്ട് ജി. ഈ പറഞ്ഞ നമ്മൾ മേൽപ്പറഞ്ഞ വീഡിയോയിൽ കാണിച്ചേക്കുന്ന എല്ലാ ആൾക്കാർക്കും അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. തലച്ചോറില്ല, പകരം പൊതിച്ചോറ് എടുത്ത് വെച്ചേക്കുകയാണ്. പിന്നെ ബുദ്ധി വിവരം ഇല്ലാത്ത ആൾക്കാരെ തെരഞ്ഞു പിടിച്ചത് കയറ്റിയേക്കുകയാണോ അതോ ഇതിനകത്ത് കയറിയതിനു ശേഷം ഈ ബുദ്ധി വിവരം ഇല്ലാതായി മാറിയതാണോ അറിയത്തില്ല. എന്താണെങ്കിലും ബ്യൂട്ടി ആയിട്ടുണ്ട്. എന്താണെങ്കിലും ഇത്രയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പറയാം. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഫേവററ്റ് ആയിട്ട് തോന്നിയ ഒരു വ്യക്തി ആരാണെന്ന് കമന്റ് ബോക്സിൽ പറയാം. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി, ബൈ.